ഹൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ 6 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പം നന്നായി കഴുകി വൃത്തിയാക്കി ചിക്കനിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ ബിരിയാണി മസാല, 2 സ്പൂൺ തൈര്, ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാനൊരു 4-5 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, 5-6 പീസ് വെളുത്തുള്ളി, ഇതെല്ലാം മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ട് തക്കാളി വേണം, നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് വേണം, പിന്നെ ഒരു നാരങ്ങ വേണം, പിന്നെ ഞാൻ 2 സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ വീതം. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ടുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ നമുക്ക് മൂടി വെക്കാം. കുക്കറിൻ്റെ അടുപ്പൊക്കെ വെച്ച ശേഷം 2 വിസിൽ വരുന്നവരെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെരുവത്തിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലോട്ട് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങേൻ്റെ പകുതി നമ്മൾ അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് അരിയൊക്കെ കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് റെഡിയായിരിപ്പുണ്ട്. ഇപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 3/4 വേവാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലുള്ള ചിക്കനിലിട്ട് നമുക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരിയൊക്കെ ഇട്ട ശേഷം നമുക്ക് ഒരു വിസിലും കൂടെ വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത ശേഷമാണ് വീണ്ടും ഒരു വിസിൽ നമ്മൾ വരുത്തുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് സാലഡ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ്, സബോള, പച്ചമുളക്, പിന്നെ കുറച്ച് കുക്കുമ്പർ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള ചമ്മന്തി നമുക്ക് റെഡിയാക്കാം.
പിന്നെ എൻ്റെ 4-5 പച്ചമുളക്, 5 ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുറി തേങ്ങ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ ആവിയെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ പറ്റി നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒന്ന് ഇട്ട് നമുക്കൊരു ഭംഗി വരുത്താം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബൗളിലോട്ട് എടുത്ത് ഇങ്ങനെ സെർവ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ താങ്ക് യു.